തിങ്ക് ഇൻ ഇംഗ്ലീഷ്. തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ചേ, ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക. നിങ്ങൾ കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുക. ഇയാളെന്തിനാണ് ഈ കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞത്? എന്തൊക്കെയോ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ല. എന്തോ എടുത്ത് മാറ്റണമായിരുന്നു. ആ സമയം കൊണ്ട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. ബാറ്ററി എടുക്കാൻ പോയപ്പോഴേക്കും എഴുതാൻ പറഞ്ഞു. പ്ലാൻ ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ ഡയലോഗ്സ്, ഇതിന് സമാനമായ കുറച്ച് ഡയലോഗ്സുകൾ കേട്ടായിരുന്നോ? ഇതാണ് നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നൊരു സംഭവം. എല്ലാ മനുഷ്യനും ഉണ്ട്. അത് ഇല്ലെങ്കിൽ മനുഷ്യനല്ല. സെൽഫ് ടോക്ക്. നാളത്തെ കാര്യം ആലോചിക്കും, കഴിഞ്ഞതിൻ്റെ വിഷമം വരും, അടുത്തൊരു പരിപാടി ആലോചിക്കും, ഫുഡ് എന്ത് കഴിക്കാനുള്ളത്. ഞാൻ കണ്ണടച്ച് പെട്ടെന്ന് ഞാൻ ഫുഡിനെ കുറിച്ച് ആലോചിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് സെൽഫ് ടോക്കാണ്. ലിറ്റിൽ വോയിസ്, എൻ്റെ മാസ്റ്റർ പറയുന്നത് ലിറ്റിൽ വോയിസ് എന്നാണ് പറയുന്നത്. ലിറ്റിൽ വോയിസാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അനലൈസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷം. ലിറ്റിൽ വോയിസിനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ പറ്റിയ നിങ്ങൾ 10 ദിവസം കൊണ്ട് ഫ്ലുവൻ്റ് ആവും. 10 ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 60-70 ഡേയ്സ് ഓഫ് കണ്ടിന്യൂസ് ലിസണിങ്. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ വെറുതെ ഇരിക്കുന്ന സംസാരിക്കും. നമ്മൾ ഓക്കെ, ആഫ്റ്റർ ദിസ് ക്ലാസ് ഐ ഹാവ് എ മീറ്റിംഗ് 8 o'clock, several members will be there. So what am I going to teach them? Okay, what am I going to teach them? I think we have covered almost all the topics. Let me give a Q&A for them. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ അത് സൗണ്ട് കുറവാണ്. അത് ഞാൻ പതുക്കെ പറഞ്ഞുകൊണ്ടാണ് സൗണ്ട് കുറവ്. നിങ്ങൾ ഇത് കണ്ടോ? മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടായിരുന്നോ? ഓ മൈ ഗോഡ്, അവരെന്നോട് സംസാരിക്കുന്നു. എന്തായിരിക്കും പറയുന്നത്? അറിയാത്ത പോലെ നിൽക്കാം. എവിടെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ ലിറ്റിൽ വോയിസ് ഇല്ലേ, ഇമാജിനേഷൻ ഇല്ലാത്ത അഡ്വക്കേറ്റ്, അവനെ കൊല്ലണ്ടായിരുന്നു. ആ ലിറ്റിൽ വോയിസിൽ നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും, പെട്ടെന്ന് സംസാരിക്കും. എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? ഹൗ ക്യാൻ യു ഷിഫ്റ്റ് ദാറ്റ് ടു ഇംഗ്ലീഷ്? അതിന് നമ്മൾ ഈ ഇംഗ്ലീഷിൽ മുങ്ങണം. യു ഹാവ് ടു ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദിസ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ, ഈ ലാംഗ്വേജിൽ നമ്മൾ മുങ്ങണം. ഇമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 24 hours നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മലയാളമാണ്. You want to watch, you want to listen, you want to talk, you have to do work in English. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റരുത്. അപ്പോൾ ആ തട്ടമിട്ട എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയില്ലേ, അതുപോലെ ചുറ്റുമുള്ള വേറെ കാര്യങ്ങൾ. നമ്മൾ ഈ മലയാളം കേൾക്കുന്നു, മലയാളം കാണുന്നു, മലയാളം വായിക്കുന്നു, മലയാളം ട്രോള് കാണുന്നു, മലയാളം ചിരിക്കുന്നു, മലയാളം സംസാരിക്കുന്നു, മലയാളത്തിൽ ഫുള്ള് 24 മണിക്കൂർ നിങ്ങൾ മുങ്ങിക്കിടക്കുവാണ്. ഈ സംഭവത്തിനെ മാറ്റിയിട്ട് കുറച്ച് ഇംഗ്ലീഷ് കേൾക്കണം, ഇംഗ്ലീഷ് പാട്ട് കേൾക്കണം, ഇംഗ്ലീഷിൻ്റെ സിനിമ കാണണം, ഇംഗ്ലീഷിൽ എഴുതണം, ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറ്റും? കുറേ കഴിയുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇംഗ്ലീഷ് കേൾക്കാൻ തുടങ്ങും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഞാൻ ഒരു മണിക്കൂറൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റാർട്ട് ടു ഹിയർ ദാറ്റ്